പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പോയി നോക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങാം. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 10 cm ആൻഡ് ലാറ്ററൽ എഡ്ജ് 13 cm? നമുക്ക് ഏതൊരു പ്രോബ്ലം കിട്ടിയാലും ട്രിഗ്നോമെട്രിയിലായാലും ജിയോമെട്രിയിലായാലും പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾ അതിൻ്റെ ഫിഗർ വരച്ച് അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം അടയാളപ്പെടുത്തണം. അല്ലെങ്കിൽ നമ്മളൊരിക്കലും മനസ്സിൽ വെച്ച് ചെയ്താൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പൊസിഷനോ ഒന്നും നമുക്ക് മനസ്സിലാകില്ല, സൈഡൊന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ പോകുന്നത് റഫായിട്ട് വരച്ചാൽ മതി. നമ്മളിവിടെ സ്ക്വയർ പിരമിഡ് വരച്ചു. ഓക്കെ, അതിൻ്റെ സൈഡ് നോക്കിയേ, ബേസ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസ് എഡ്ജ് ഏതാണ്? ഇതാണ് 10 cm. ദെൻ ലാറ്ററൽ എഡ്ജ് 13 cm. നമുക്ക് നോക്കാം. സംശയം ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്. സ്ക്വയർ പിരമിഡിൻ്റെ ഇതാണ് ബേസ്. സ്ക്വയറിൻ്റെ ബേസും ട്രയാങ്കിളിൻ്റെ ബേസും സെയിം ആയിരിക്കും. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അത് ട്രയാങ്കിളിനും സെയിം ആണ്, സ്ക്വയറിനും സെയിം ആണ്. ഇതാണ് ലാറ്ററൽ എഡ്ജ്, സൈഡിലുള്ളത് തന്നിരിക്കുന്നത്. അതാണ് ഈ 13 cm തന്നിരിക്കുന്നത്. നമുക്ക് ഇതാണ് എൽ, ഇതാണ് സ്ലാൻഡ് ഹൈറ്റ് എൽ. അപ്പം നമ്മുടെ ഫോർമുല എന്തായിരുന്നു? സർഫസ് ഏരിയ കാണുന്നതിൻ്റെ ഫോർമുല ആണ് a² + 2al. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫോർമുല കിട്ടിയത്. കാണാതെ പഠിക്കേണ്ടതാണ്, നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. പക്ഷെ നമുക്കിത് അങ്ങനെ കാണാതെ പഠിക്കേണ്ട. കാരണം നമ്മളിത് ചെയ്തു വരുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഓൾറെഡി അത് മനസ്സിൽ വന്നുകൊള്ളും. നോക്കിയേ, നമുക്കിതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ പിരമിഡ് തന്നാൽ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെയുണ്ട്? ഒരു സ്ക്വയറും ഉണ്ട്, 4 ട്രയാങ്കിളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതിയല്ലോ, ടോട്ടൽ സർഫസ് ഏരിയ ആയില്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്വയറിൻ്റെ ഏരിയയാണ്. നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ തൊട്ട് പഠിച്ചു തുടങ്ങുന്നതാണ്. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ്. ഇവിടെ നമ്മൾ സൈഡിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എ ആയതുകൊണ്ട് a ഇൻറ്റു a = a². അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ ആണ് നിങ്ങൾ ഈ കാണുന്നതിൻ്റെ a² എന്ന് പറയുന്നത്. ഇനി ഈ 2al നോക്കാം. ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 4 ട്രയാങ്കിൾസ്. അപ്പോൾ ആദ്യം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടിട്ട് അതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പോകണേ. = നിങ്ങൾക്കറിയാം, ട്രയാങ്കിളിൻ്റെ ഏരിയ അറിയാം, ½ BH. അതായത് ½ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. നമ്മളിവിടെ ബേസിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എ ആയതുകൊണ്ട് ഈ ബിയുടെ സ്ഥാനത്ത് ഞാൻ എ കൊടുക്കുവാണ്. ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ എൽ ആണ്, അതായത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. അതുകൊണ്ട് എച്ചിൻ്റെ സ്ഥാനത്ത് എൽ കൊടുക്കുവാണ്. അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ ½ AL എന്ന് കിട്ടുമല്ലോ. ഇത് ഒരു ട്രയാങ്കിളിൻ്റെയാണ്. നമുക്കിവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഏരിയ ഓഫ് 4 ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ചെയ്താൽ മതിയല്ലോ. 4 ഇൻറ്റു 1ൻ്റെ ഏരിയ, 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 2 = 2al. അതാണ് ഈ കാണുന്ന 2al. ഇപ്പം മനസ്സിലായല്ലോ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോർമുല എങ്ങനെ വന്നത്. നിങ്ങൾ അഥവാ മറന്നു പോവുകയാണെങ്കിൽ ഫിഗർ ഓർക്കുക. ഫിഗറിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കുക. സ്ക്വയർ ഉണ്ട്, സ്ക്വയറിൻ്റെ ഏരിയ a², ട്രയാങ്കിളിൻ്റെ 4 ട്രയാങ്കിളിൻ്റെ ഏരിയ 2al. അങ്ങനെയാണ് a² + 2al എന്ന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരിട്ട് ഫോർമുലയ്ക്കകത്തോട്ട് നമ്മുടെ നമ്പേഴ്സ് കൊടുക്കാം. ഇനി എ എത്രയാണ് തന്നിരിക്കുന്നത്? 10. അപ്പം 10² + 2 ഇൻറ്റു എ എത്രയാണ്? 10 ഇൻറ്റു എൽ. ഇനി എൽ കണ്ടുപിടിക്കണം. എൽ എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് സ്ലാൻഡ് ഹൈറ്റ് ആണ്. ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് ആണോ തന്നിരിക്കുന്നത്? അല്ല, നമുക്ക് തന്നിരിക്കുന്ന ലാറ്ററൽ എഡ്ജാണ്. നമ്മൾ ആ ലാറ്ററൽ എഡ്ജ് കൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പോകണം. അതിനുവേണ്ടി നമ്മൾ ഒരു ട്രയാങ്കിൾ മാത്രം നമ്മൾ വെളിയിലോട്ട് എടുക്കുകയാണ്. അതിൻ്റെ സൈഡൊക്കെ അടയാളപ്പെടുത്തിക്കാം. 10 cm, ഇത് 13 cm. ഇതിനകത്തുനിന്ന് ഈ സ്ലാൻഡ് ഹൈറ്റ് ഈ എൽ എങ്ങനെ കണ്ടുപിടിക്കും? അതിനുവേണ്ടി ഞാൻ ചെയ്തത്, ഇതിൻ്റെ വെർട്ടക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ നമ്മൾ ബേസിലോട്ട് വരച്ചു. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ വരച്ചു. അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ആ ബേസ് കറക്റ്റ് 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പകുതി ഭാഗം മാത്രം വരയ്ക്കാൻ പോവാണേ. അതായത് ഈ സൈഡിലുണ്ട് 13 cm. ഇതിൻ്റെ പകുതിയാകും. 10 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി എത്രയേ ഉള്ളൂ? 5. നമുക്ക് ഈ എല്ല് കണ്ടുപിടിക്കണം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ ഈ സൈഡ് ഈ എല്ല് കണ്ടുപിടിക്കാൻ എന്തെന്ന് ഉദ്ദേശിച്ച് ഇവിടെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പൈതഗോറസ് തിയറമാണ്. പൈതഗോറസ് തിയറം അറിയില്ലെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിവിടെ എല്ല് കണ്ടുപിടിക്കുന്ന ഫോർമുല, എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈറ്റ് ആണ്. L = hypotenuse square minus base square = ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 13²
മൈനസ് ബേസ് എത്രയാണ് 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 169 മൈനസ് 25 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 144 ഈസ് ഈക്വൽ ടു 12. റൂട്ട് കണ്ടുപിടിക്കുന്ന അറിയാവോ? എത്ര വലിയ സംഖ്യയുടെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാം. റൂട്ട് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ കാണുക. 12 കിട്ടി. അപ്പോൾ നമുക്ക് എല്ലിൻ്റെ വില കിട്ടി എത്രയാണ്? 12. ഇതെല്ലാം കൂടെ ചെയ്തേ. 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് ഇത് വരുമ്പം 240 ഈസ് ഈക്വൽ ടു 340 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ. സിമ്പിൾ അല്ലേ? സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഈ ഫോർമുല മാത്രം ഓർത്താൽ മതി. എ സ്ക്വയർ പ്ലസ് 2al. അതിനകത്തുനിന്ന് എല്ല് കണ്ടുപിടിക്കുക. നമ്മുടെ പൈതഗോറസ് തിയറം. സിമ്പിളാണ്. എല്ലാവരും തന്നെ ഒന്ന് ചെയ്ത് ഇത് ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് നോക്കി അത് കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് കാണാതെ പഠിച്ചിരിക്കും. അല്ലാതെ നമ്മളൊരു പ്രോബ്ലം ചുമ്മാ എഴുതി പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, പ്രോബ്ലം തരുമ്പോൾ നമ്മൾ ആലോചിക്കുക അതിനകത്ത് എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് ഫോമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്നിട്ട് അതൊന്ന് ചെയ്ത് നോക്കുക. തെറ്റുന്ന തെറ്റട്ടെ, നമുക്ക് എന്നിട്ടത് കറക്റ്റായിട്ട് സോൾവ് ചെയ്തെടുത്തിട്ട് എവിടെ തെറ്റ് പറ്റിയെന്ന് പറയുമ്പോൾ അത് പിന്നെ ഒരിക്കലും നിങ്ങൾ മറക്കില്ല. ഓക്കെ, ഗുഡ് ലക്ക്.